പ്രിയമുള്ളവരെ, ഇന്ന് വളരെ എളുപ്പത്തിലും വളരെ പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് ഉള്ളതുമായ ചെറുനാരങ്ങ അച്ചാറൊന്ന് കണ്ടാലോ. അപ്പോൾ ഇവിടെ നല്ലെണ്ണയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ലെണ്ണയിൽ കടുകിട്ട് പൊട്ടി വരുമ്പം കറിവേപ്പില ഇട്ട് അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർക്കാം കേട്ടോ. പക്ഷേ ഞാൻ ഇഞ്ചി ചേർത്തിട്ടില്ല, കാരണം ഇവിടെ ഇഞ്ചിയുടെ ചുവ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ്. അതോടൊപ്പം തന്നെ പച്ചമുളകും ചേർക്കാം, പക്ഷേ ഞാനിവിടെ ആഡ് ചെയ്യുന്നത് കാന്താരി ചതച്ചതാണേ. അപ്പോൾ കാന്താരി ചതച്ചതും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കാരണം നന്നായിട്ട് വഴറ്റിയില്ലെങ്കിൽ ഒരു പക്ഷേ കേടായി പോകാനുള്ളൊരു സാധ്യത ഉണ്ട്. ഇത് നന്നായിട്ട് വഴറ്റി കഴിയുമ്പോഴേക്ക് അതിനകത്ത് സാധാ മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. കാശ്മീരി മുളക് പൊടി തീർന്നു പോയതുകൊണ്ടാണ്. അപ്പോൾ അതുള്ളവർക്ക് 2 സമാസമം ചേർക്കാം. അപ്പം സാധാ മുളക് പൊടിയും അതോടൊപ്പം തന്നെ മഞ്ഞൾപ്പൊടി, കായം, ഉലുവ വറുത്ത് പൊടിച്ചത്, ഉപ്പ്, വിനാഗിരി, ഇത്രയും സാധനങ്ങൾ വെള്ളവും കൂടെ ചേർത്തിട്ട് കേട്ടോ. ഇത്രയും സാധനം നന്നായിട്ട് വഴറ്റി കഴിയുമ്പോൾ ഈ പറയുന്ന പൊടികളെല്ലാം നല്ലതായിട്ട് എണ്ണയ്ക്കകത്ത് മുരിഞ്ഞ് വന്ന് കഴിയുമ്പോഴാണ് വിനാഗിരിയും വെള്ളവും ചേർക്കുന്നത്. അതും കൂടെ ചേർത്ത് ഇത് ഒരു ശർക്കരയും ചേർക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇത്രയും ചേർത്ത് നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്ത് വെക്കുക. അത് കഴിയുമ്പോൾ നമ്മൾ നാരങ്ങ നല്ലതായിട്ട് വാട്ടിയതാണ് കേട്ടോ. വെള്ളത്തിലിട്ട് വാട്ടി അരിഞ്ഞതാണേ. അതും ചേർത്ത്, അതായത് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ ആദ്യം ചേർത്ത കൂട്ട് തണുത്ത് കഴിയുമ്പോഴാണ്, നാരങ്ങയും തണുത്ത് കഴിയുമ്പോഴാണ് ഇങ്ങനെ ചേർക്കുന്നത് കേട്ടോ. ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിങ്ങനെ വേണേൽ ഇപ്പോൾ ഉപയോഗിക്കാം. ഉടനെ ഉപയോഗിച്ച് തീർക്കുന്നതാണെങ്കിൽ. അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ മൈക്രോവേവാണ് ചെയ്യുന്നത്. 10 മിനിറ്റ് മൈക്രോവേവിൽ വെച്ചെടുക്കും. അല്ലാത്തവർക്ക് കുക്കറിൽ ഡബിൾ ബോയിലിങ്ങും ചെയ്യാം. അപ്പോൾ അങ്ങനെയും കൂടെ ചെയ്തെടുത്തതാണിത്. അപ്പോൾ കണ്ടോ, ഇത് എത്ര നാൾ വേണേലും നമുക്ക് കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും, ഉടനെ ഉപയോഗിക്കുകയും ചെയ്യാം.